ഇവിടെ ഈ തോട്ടത്തിന്റെ ഓണർ ഇതിന്റെ ഉടമ ആഗ്രഹിക്കുന്നത് എന്തുവാണ്? ഒരു ഫലം. ഞാൻ നട്ടതായ ഈ അത്തിവൃക്ഷം ത്തിൽ നിന്ന് ഫലം എനിക്ക് എടുക്കണം. അതുകൊണ്ടാണ് തുടർമാനമായിട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. 3 വർഷമായി എന്തുവാണ് ബാക്ക് ആൻഡ് ഫോർത്ത് നടക്കുകയാണ്. എന്നാൽ അതൊരു ഫലവും തരുന്നില്ല. And over here we see the keeper comes back for year after another, expecting and hoping that he would get fruit out of it, but he does not receive any. പ്രിയമുള്ളവരെ, നമ്മളെ നട്ടതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. Child of God, for God planted us, God has a purpose. നമ്മളെ നട്ടതിന് നമ്മുടെ വലിയവനായ ദൈവത്തിന്, നമ്മുടെ നല്ല പിതാവിന് നമ്മളെ കുറിച്ചൊരു നല്ല ഹല്ലേലൂയ പ്രതീക്ഷയുണ്ട്. Amen. Our heavenly Father, our God has a great purpose for planting us where he has planted us. കർത്താവ് പ്രതീക്ഷിച്ച അളവില് ഒരു ഫലം കൊടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് കഴിഞ്ഞ വർഷങ്ങള് സംഭവിച്ചില്ല, നടന്നില്ല എങ്കില് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇപ്പോഴെ കർത്താവ് പറയാണ്, ഞാനൊരു 2ാം അവസരം തരാം, നിങ്ങൾക്ക് ഫലം കായ്ക്കാമെന്നാണ് ഇവിടെ കാണുന്നത്. Over here it says, yes, even though you were not able to bear fruit the way the master expected the first time, he says there is a second opportunity to bear fruits the way the master desired. ഇവിടെ ഈ തോട്ടത്തിന്റെ ഉടമ പറയാണ്, അതിനെ വെട്ടിക്കളയാൻ കാര്യം 3 വർഷമായി ഒന്നും ലഭിച്ചില്ല, അതവിടെ നിൽക്കുകയാണ്, സ്ഥലമെല്ലാം കാലിയാക്കുകയാണ്, സ്ഥലം വെറുതെ ആക്കുകയാണ്, ഒരു ഫലവുമില്ല, വെട്ടിക്കളയാമെന്ന് പറയാണ്. And the man who owns the land, he says, this is just taking space, therefore let's cut it down and let's clear it off. എന്നാൽ ഇവിടെ നമുക്കൊരു കാര്യം കാണുവാൻ സാധിക്കുന്നത്, God is a God of mercy. കരുണകളുടെ ദൈവമാണ്. കരുണ തോന്നുന്നതായ ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തോട്ടക്കാരൻ പറയാണ്, അതിനെ അവൻ കർത്താവ്, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ എന്ന്. And the keeper answers to the master, says, Master, give it one more chance, let it be one more year, I will dig around it and I will fertilize it. അതിന്റെ ഫലം കായ്ച്ചില്ലെങ്കിലും ഹല്ലേലൂയ, നമ്മളെ നിലനിർത്തുന്നതായ നമ്മുടെ കർത്താവിന് നന്ദിയുള്ളവരെ സ്തോത്രം പറയാം. എന്നാൽ എന്നും അങ്ങനെ ആയിരിക്കാം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Oh child of God, give thanks unto the God for God to preserving us, keeping us and helping us even though we did not bear fruit. But remember, that should not be and will not be always the situation. And നമ്മളെ വെട്ടിക്കളയാമായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് ആത്തിവിടുത്തെ പിഴിഞ്ഞെടുത്ത് വേണമെങ്കിൽ കളയാമായിരുന്നു. എന്നാൽ കളയാതെ വീണ്ടും ഒരവസരം കൊടുത്തതുപോലെ തന്നെ ഫലം കായ്ക്കാനായിട്ട് കർത്താവ് അടുത്തൊരു വർഷം കൂടെ എനിക്ക് നിനക്കും തരുകയാണ്. Child of God, we could have been cut down, we could have been plucked off, we could have been removed, we could have been thrown away, but he did not do it. He gave us compassion, he showed us mercy and gave us one more year. ഈ അത്തിവൃക്ഷത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, യഹൂദ സംസ്കാരം പഠിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പാലസ്തീൻ സംസ്കാരമൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ അത്തിവൃക്ഷത്തെ, ഈ തോട്ടത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കൂ. Only we understand the Palestinian or the background or the situation behind it, we are able to understand what it means to be a fig tree. ഈ മുന്തിരിത്തോട്ടത്തിന്റെ നടുവില് ഈ അത്തിവൃക്ഷത്തെ കൊണ്ട് നട്ടിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ മുന്തിരി കായ്ക്കുമ്പോഴേ വളർന്ന് എന്തുവാണ്, ഇത് ഈ അത്തിവൃക്ഷത്തിലൊക്കെ എന്തുവാണ് പടർന്ന് പിടിക്കും. നമ്മള് ചിലപ്പോഴൊക്കെ പന്തലൊക്കെ ഇട്ട് കൊടുക്കും. ചിലപ്പോഴേ ചില പാവല ഇങ്ങനെയുള്ളതായ ചില വെജിറ്റബിൾസ് ഒക്കെ പടരുവാനായിട്ട് എന്ന് പറഞ്ഞതുപോലെ ഈ മുന്തിരി വള്ളിക്കൊന്ന് പടർന്നു കയറുവാനായിട്ടും കൂടെയാണ് വാസ്തവത്തില് ഈ അത്തിവൃക്ഷത്തെ കൊണ്ട് നടുന്നത്. And the reason why the fig tree is planted in the middle of the vineyard is so that the vineyard is actually a climber, and therefore they will be able to spread along the branches of the fig tree. എന്നാൽ അത് മാത്രമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കാര്യമേ, ഈ മുന്തിരിവള്ളി ചിലപ്പോഴെ കായ്ച്ച് നല്ല ഫലമൊക്കെ എന്തുവാണ്, മുന്തിരിവള്ളി തൂങ്ങിക്കിടക്കുന്നത് ആ ബ്രാഞ്ചിലും ഈ ബ്രാഞ്ചിലും ഹല്ലേലൂയൊക്കെ നമുക്ക് ചിലപ്പോഴെ ആ അത്തിവൃക്ഷത്തെ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. എന്നാൽ അത്തിവൃക്ഷത്തിൽ ഫലമില്ല, മുന്തിരിയാണ് കായ്ച്ചു കിടക്കുന്നത്. And not only it's able to use as a climber or as a support, but rather when it bears fruit, they are also able to see the fruit hanging on the fig tree. ചിലപ്പോൾ അത്തിവൃക്ഷത്തിന് പറയുവാൻ സാധിക്കും, അയ്യോ, ഞാൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടല്ലേ, ഈ മുന്തിരി വള്ളിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടല്ലേ ഇങ്ങനെ അത് കായ്ച്ചിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്, ഞാൻ ഈ മുന്തിരി വള്ളിയെ താങ്ങുകയാണെന്ന് ചിലപ്പോൾ ഈ അത്തിവൃക്ഷത്തിന് പറയാം. Perhaps the fig tree can say, it's because of me, because of my support, because of the way I am planted, that's why the vineyard is able, or the grape tree is able to spread
grow. ഈ മുന്തിരിത്തോട്ടത്തില് സഭയ മുന്തിരിത്തോട്ടത്തില് ആക്കിയിരിക്കുന്നവർക്കൊക്കെ ചിലതൊക്കെ പറയുവാൻ സാധിക്കും. അല്ല, ഞാൻ വലിയ രീതിയിലൊന്നും ഫ്രൂട്ട് ഹല്ലേലൂയ കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ കായ്ച്ചില്ലെങ്കിലും ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ ആ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്കും പറയുവാൻ കാണും. എന്നാൽ എപ്പോഴും ഒരു സപ്പോർട്ട് റോളിൽ അല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റോളിലേക്ക് ദൈവമക്കൾ കടന്നു വരാം. Child of God, many times you and I have many things to say. You and I perhaps can say, I do this things, I do that thing, I support in this way and that way. But child of God, remember that's not the only expectation. God wants us to grow into the next realm or the next level. And താങ്ങി എന്തുവാണ് നമ്മൾ തൃപ്തി പെടരുത്. അത് വിധം ചെയ്ത് ഇതുകൊണ്ട് അല്ലെങ്കിൽ ഈ അത്തിവൃക്ഷം എന്തുവാണ് ഈ മുന്തിരിയെ താങ്ങിയത് കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കയില്ല. കാര്യം എന്തുവാണ് ഇതിന്റെ ഓണർ ഈ അത്തിൽ നിന്ന് ചില ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. And victory, remember one thing, just because you are a supporting plant, do not be happy with it. The master desires much more than being a supportive plant. He wants you to be a fruit bearing plant. ഈ ദിവസങ്ങൾ എന്തുവാണ് ദൈവമക്കളെ നമുക്കൊക്കെ ഒത്തിരി കാര്യങ്ങളാണ് എഴുതുവാനും പറയുവാനും സംസാരിക്കുവാനും ഒക്കെ കാണും കർത്താവിന് വേണ്ടി ചെയ്തത്. എന്നാൽ ആ ഒരു റോളിൽ നിന്ന് എന്തുവാണ് ഈ 2024 കർത്താവ് നമുക്ക് തരുന്നുവെങ്കിൽ ഒരു വലിയ ഫലം പുറപ്പെടുവിക്കുന്നതായ ഒരു അത്തിവൃക്ഷം പോലെ ആകുവാന് എത്ര പേർ ആഗ്രഹിക്കുന്നു. Child of God, in 2023 you could have said many things of the roles that you have taken and the responsibility you have done, but 2024 God wants you to step up and take a different responsibility. നമ്മൾ യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് യോവേൽ പ്രവാചകൻ പറയുന്നത്. ആ 2-3 1, 2, 3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ യഹൂദയിലെ വെട്ടിക്കിള് ബാധ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. When it comes to the book of Joel, we see that it also speaks about the time the caterpillars or they came and destroyed the land. അവിടെ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞതായ സംവത്സരങ്ങളെ കുറിച്ച് പറയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. And we see about the land that was destroyed by different circumstances. എന്നാൽ അവിടെ ഉണ്ടായ ആ വലിയ വെട്ടിക്കിളി ബാധ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകല വൃക്ഷങ്ങളുടെയും എന്തുവാണ് തൊലി പോലും എന്തുവാണ് ഇല്ലാതായ അവസ്ഥ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. And we see and finally when the locusts came and the swarming locusts came and destroyed, there was nothing left, not even the bark of the tree was left. എന്നാൽ കർത്താവ് അവിടെ ദൈവം എന്തുവാണ് യോവേൽ പ്രവാചകനിലൂടെ പറയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായ ചില സംവത്സരങ്ങളുണ്ട്, എന്നാൽ ഞാൻ അത് നിങ്ങൾക്ക് തിരികെ തരുമെന്ന് പറയുന്നതായ സർവശക്തനായ ദൈവത്തിന്റെ വലിയ സ്നേഹം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. Over there we see the love of God that says, yes, even the locusts has come and destroyed what you have lost, what the locusts have destroyed, I will give it back. It shows the love of God. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 25 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. It says, I will restore to you the years that the swarming locust has eaten, the crawling locust, the consuming locust, the chewing locust, everything that has been destroyed, I will restore unto you. ചിലപ്പോൾ ഹല്ലേലൂയ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും ചിലതൊക്കെ നഷ്ടപ്പെട്ടു എന്ന്. എന്നാൽ ഇന്ന് രാത്രി കാലം എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് ഒരു സംവത്സരം കൂടെ തരുകയാണ്, ഒരവസരം കൂടെ തരുകയാണ്. നഷ്ടപ്പെട്ടു പോയ ചിലതിനെ കർത്താവ് മടക്കി തരുവാൻ പോകുന്നുവെന്ന് വിശ്വസിക്കുന്നതായ ദൈവമക്കൾ എത്ര പേരുണ്ട്? How many of you tonight believe that yes, God is giving me a second opportunity, a second chance to bear fruit for the master the way he wants? വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നു, ഇത് നശിച്ചു, അത് പോയി. എന്നാൽ ഇപ്പം പറയാണ്, ഞാൻ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ നിങ്ങൾക്ക് തരുവാൻ പോകുകയാണ്. Yes, it is true that everything has been destroyed, everything has been taken away, but it says everything that has been consumed and taken away and destroyed, he will give it back to us. തിന്നുകളഞ്ഞ സംവത്സരങ്ങൾ, The days that he has been eaten away, നഷ്ടപ്പെട്ടു പോയ ആഴ്ചകൾ, the weeks that has been gone away, നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ, or the days that have been perished, നഷ്ടപ്പെട്ടു പോയതായ മാസങ്ങൾ, the opportunities that has lost, നഷ്ടപ്പെട്ടു പോയതായ വർഷങ്ങൾ, the years that has been lost. ചിലപ്പോൾ സംവത്സരങ്ങൾ തന്നെ കണ്ടിരിക്കാം. Perhaps it could be decades and years. എന്നാൽ എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് തിരികെ തരുവാൻ But how പോകും? many of you believe that God is a God who will give you second chance? കർത്താവ് പകരം തരുവാൻ പോകുകയാണ്. God will give you the years equal to it. ചിലപ്പോൾ നിന്റെ ആരാധന നഷ്ടമായിരിക്കാം, എന്നാൽ ഈ ദിവസങ്ങളിലെ ആരാധന മടങ്ങി വരണം. Perhaps it is your worship that has been lost, but your worship that needs to come back.
ചിലപ്പോൾ വചനധ്യാനം നിനക്ക് കുറഞ്ഞിരിക്കാം. എന്നാൽ ആ വചനധ്യാനത്തിലേക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുവാന് വലിയൊരു ആവേശം നമ്മുടെ ഈ ദിവസങ്ങൾ ഉണ്ടാകണം. ആ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി ഒരു മടങ്ങി വരവ് ദിവസങ്ങൾ. Child of God, maybe it is your time you spend the time that you spend meditating the word of God, the passion that could be lost, that needs to be come back. ഇറങ്ങിയപ്പോൾ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചതായ ദൈവമക്കളായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവസ്നേഹം നമ്മളിൽ കുറഞ്ഞു. ദൈവസ്നേഹം നഷ്ടപ്പെട്ടിട്ടുമെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവേ ആഴമായി ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് ഇന്ന് രാത്രികാലം നമുക്ക് പറയാം. In the beginning of our Christian life, we used to have the deep passion and deep love for God, but over the years it has been lost. Let us say, Lord, I want to come back to you. ആത്മീയമായി പാപ്പരായി ജീവിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. Child of God, God doesn't want you and I to be poor or have the status of poor in our Christian life. ആത്മീയമായി സമ്പന്നരായി എന്താണ് ഈ പുതിയ വർഷം ജീവിക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God's desire is that you and I will be blessed spiritually in this new year. ഒരു ആത്മീയ ഉയർച്ച, ഒരു ആത്മീയ ഉന്നതി നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. You and I need to have a rise up or a refreshment of our spirituality. നിങ്ങളെ തന്നെ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. എന്തെങ്കിലും എൻ്റെ ആത്മീയ ജീവിതത്തില് ഞാൻ ഇറങ്ങിയപ്പോൾ ചില വർഷങ്ങൾ കഴിഞ്ഞു എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അത് തിരികെ തരും, പകരം തരും. നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളും സംവത്സരം എൻ്റെ കർത്താവ് തിരികെ തരും. ഞാൻ വ്യത്യസ്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ കർത്താവ് പകരം തരുവാനായിട്ട് പോകും. Child of God, if you are willing to come to the presence of God and surrender and says, yes, I am the one who needs a refreshment, I am the one who needs to come back, if you are willing to say that, he will give you a second opportunity. ഇവിടെ യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7 പറയുന്നുണ്ട്, അത് എന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എന്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു, അതിനെ മുഴുവൻ തോലിരിച്ച് എറിഞ്ഞ് കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. And it says, yes, it has come and it has destroyed, it has taken away and has made it bare in all the different ranks. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. And it says, I am the vine, you are the branches, he that abideth me and I in him, the same bringeth much more fruit. അതിന്റെ 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പറയുന്നത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. And it says, because you bear much fruit, that my Father is being glorified. പ്രിയമുള്ളവരെ, കർത്താവിൽ ഞാനും നീയും ഈ 2024 വസിക്കുവാനായിട്ട് തീരുമാനം എടുക്കുന്നുവെങ്കിൽ, കർത്താവിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഫലം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. If you and I have taken the decision that you and I will abide in Christ, God will help. കർത്താവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. You and I who abides in Christ, you and I will be able to bear fruit. കർത്താവിനോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ, അവനോട് പറ്റിച്ചേർന്നിരിക്കുന്നുവെങ്കിൽ, കർത്താവിൽ വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ നീ കായ്ച്ചതിൽ കൂടുതൽ ഫലം നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുവാൻ പോകുകയാണ്. If you are willing to abide with him, if you are able to depend upon him, you are able to bear much more fruit in this new year. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം പ്രതീക്ഷകളുടെ ദൈവമാണ്. I say our God is a God of great expectation. ദൈവം 2024 വലിയവ എന്നിൽ നിന്നും നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. God has a great expectation from you and I in this new year of 2024. ആൻഡ് മിഷണറി പ്രസ്ഥാനത്തിന്റെ പിതാവായ വില്യം കേരി പറഞ്ഞതായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എക്സ്പെക്ട് great things from God and attempt great things for God. And it is the father of missionary, the movement of missionary movement's father, he said, ദൈവത്തിന് വലിയ വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുക. ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ എത്ര പേര് ആഗ്രഹിക്കും? How many of you desire to do great things from God and expect great things for God? കർത്താവേ, 2024 കർത്താവേ നീ എനിക്ക് ദാനം തരുന്നതിനായി നന്ദി. എന്നാൽ ഞാൻ വൻ കാര്യങ്ങളെ കർത്താവേ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തന്നെ വൻ കാര്യങ്ങളെ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യുവാൻ കർത്താവേ ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നുവെന്ന് എത്ര പേര് പറയും? How many of you can say, Lord, I expect great things from you, at the same time I surrender to do great things for you? ഇവിടെ ദൈവം നമുക്ക് ഒരവസരം കൂടെ തരുകയാണ്. God over here is giving us one more opportunity. കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. And over here it says, Master,
give it one more year that I may dig around it and fertilize it. ഒരു രണ്ടാം അവസരം ഇവിടെ ഈ ഫിഗ് ട്രീക്ക് അല്ലെങ്കിൽ ഈ അത്തിവൃക്ഷത്തിന് കൊടുക്കുകയാണ്. And over here we see a second opportunity given unto this fig tree. രണ്ടാം അവസരത്തിന് നമ്മുടെ കർത്താവിന് കരങ്ങളിൽ സ്തോത്രം ചെയ്യാം. Oh, give God for God, praise God for the second opportunity. ഒരു രണ്ടാം അവസരം കിട്ടുമ്പോൾ എന്താണ് നമ്മൾ ആ അവസരം എന്താണ് ഉപയോഗിക്കണം. When God gives us a second opportunity, make sure you and I use it wisely. ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ രണ്ടാം അവസരവും മൂന്നാം അവസരവും നാലാം അവസരവും അഞ്ചാം അവസരവും ഒക്കെ കർത്താവ് തന്നിട്ടുണ്ട്. എന്നാൽ എത്രയോ അവസരങ്ങൾ നമ്മൾ നഷ്ടമാക്കി. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി കാലം കർത്താവേ നീ എനിക്ക് തരുന്നതായ ഈ രണ്ടാം അവസരം ഞാൻ ഉപയോഗിക്കുമെന്ന് എത്ര പേര് പറയും? Child of God, many times God has given us many different opportunities, 1, 2, and 3, and much more. But maybe we have misused and have not produced fruits. How many of you can say, Lord, if you give me one more opportunity? And ഹാബേൽ സ്വന്തം സഹോദരനെ കൊന്നതായ കായീന് ദൈവം ഒരു രണ്ടാം അവസരം കൊടുത്തു. എന്നാൽ ഒരു രണ്ടാം അവസരം കൊടുത്തിട്ട് എന്താണ്, അവൻ റിപ്പന്റ് ചെയ്തില്ല, അവന്റെ തെറ്റ് സമ്മതിച്ചില്ല. ഞാൻ ആണോ എന്റെ സഹോദരന്റെ കാവൽക്കാരനെന്ന് ചോദിക്കുന്നതായ ഹല്ലേലൂയ കായീനെയാണ് നമ്മൾ കാണുന്നത്. And in the book of Genesis we see about the two brothers Cain and Abel, and Cain, who killed his brother Abel, asked, even though he received a second opportunity, he asked, am I my brother's keeper? എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയതായ യോന പ്രവാചകന് ഒരു രണ്ടാം അവസരം ദൈവം കൊടുത്തപ്പോഴേ അവൻ ഒരു മാനസാന്തരം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് തന്നെ ഉണ്ടായി. And when we come to the book of Jonah, we see the prophet who ran away. When he received the second opportunity, he came back to God. എന്നാൽ അവന് ആ പ്രവാചകന് യോനയ്ക്ക് ഒരു രണ്ടാം അവസരം കിട്ടിയപ്പോഴേ റിപ്പന്റ് ചെയ്ത് മാനസാന്തരപ്പെട്ട് വീണ്ടും എന്താണ് ഹല്ലേലൂയ കർത്താവിനെ അനുസരിച്ചുകൊണ്ട് നിനവയിലേക്ക് കടന്നുപോയി. ആ കിട്ടിയ രണ്ടാം അവസരം ദൈവത്തിന് വേണ്ടി പ്രസംഗിക്കുന്നതായ ഉപയോഗിക്കുന്നതായ ദൈവം പറഞ്ഞത് വിളിച്ചു പറഞ്ഞതായ യോനയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. And we see Jonah who has received the second opportunity. When he received, he repented, he came back to God, and he did the will of God, that what God wanted him to do. He went back to Nineveh to preach what God wanted him to do. And പത്രോസിന് ദൈവം അതുപോലെ ഒരു രണ്ടാം അവസരം കൊടുത്തു. And likewise Peter also received the second opportunity. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞവനാണ്. Peter is a man who denied Christ. അകലം മാറി നടന്നവനാണ്. He is someone who walked far away from Christ. പരാജയങ്ങൾ പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. Perhaps you and I can say a lot of failures about Peter. എന്നാൽ ആ പരാജയങ്ങളൊന്നും കണക്കാക്കാതെ നമ്മൾ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം എടുക്കേണ്ട ആവശ്യമില്ല. 21 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു രണ്ടാം അവസരം കൊടുത്ത് വീണ്ടും തിരികെ വിളിച്ച് ഹല്ലേലൂയ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു പത്രോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. But later in chapter we are able to see, even though Peter had a lot of failures, had a lot of shortcomings, he had actually denied. Even after all those things he has done, he received a second opportunity, and he came back mightily and powerful and did great works for God. തിമോനെ, നീ എന്നെ സ്നേഹിക്കുമെന്ന് ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം അവിടെ ചോദിക്കുന്ന ചോദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പത്രോസ് എന്തുവാണ് ഹല്ലേലൂയ അതിദുഃഖത്തോടെ പുറത്തുപോയി കരയുന്നതായ പത്രോസിനെ റിപ്പന്റ് ചെയ്യുന്നതായ അനുതപിക്കുന്നതായ പത്രോസിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. And when the question is asked, Simon Peter, do you love me? Do you love me more than this? Do you love me passionately? We see a Simon Peter who goes forward and cries unto the presence of God. ആ രണ്ടാം അവസരം പത്രോസ് ഹല്ലേലൂയ വിനിയോഗിച്ചു. And he used wisely the second opportunity he ആ received. രണ്ടാം അവസരം എന്തുവാണ് ഹല്ലേലൂയ അവനെ ചാടി പിടിച്ച് അവന് വ്യത്യസ്തനായി തീർന്നു. And he took hold of the opportunity he received, and that made him a changed man. അനേകർക്ക് അവസരം കൊടുത്തു. ആ അവസരം അവർ നഷ്ടമാക്കി. എന്നേക്കുമായി ആ അവസരം അവർക്ക് നഷ്ടമായി പോയതായ അനേക ചരിത്രങ്ങളെ വ്യക്തികളെ നമുക്ക് വചനത്തിൽ കാണാം. In the Bible we see many people who have received many opportunities to come back to God. They missed it, they misused it, didn't use it. But we also see people who used it wisely. അതുപോലെ ആയിരിക്കും കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. That's the way God desires from us. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെ കുറിച്ച് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെ എങ്ങനെ ആ മുന്തിരിത്തോട്ടം നടുവിൽ നട്ടുവോ നമ്മളെ കർത്താവ് നട്ടിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയ ഒരു ഫലം എന്നിൽ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. Likewise, child of God, the way that the fig tree was planted in among the vineyards for the purpose, and therefore you and I are planted.
likewise, and God has a great desire and a purpose for us. ഇന്ന് രാത്രി കാലം എത്ര പേര് കണ്ണുകളടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. Let's all close our eyes. We began to pray. എത്ര പേര് സമർപ്പണത്തിലേക്ക് ഇന്ന് രാത്രി കാലം കടന്നു വരും? How many of you are willing to surrender in the presence of God? ഈ മെസ്സേജ് കേട്ടതിന് ശേഷം ഹല്ലേലൂയ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നതായ രാത്രിയായി തീരട്ടെ. After hearing the word of God, let this be the time that you and I are willing to surrender in the presence of God. കർത്താവേ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ എന്ന് എത്ര പേര് പറയും? How many of you can say, Lord Master, here I am, I'm surrendering myself. മുറിയപ്പെട്ടതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പരാജയങ്ങളുടെ കണക്കുകൾ ഒത്തിരി പറയുവാൻ നമുക്ക് സാധിക്കും. Oh Lord, there are many shortcomings, many failures, and many negative things that I can say. ഒത്തിരി തോൽവികളുടെ കണക്കുകൾ എനിക്ക് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. You and I can say a huge list of many failures that you have of our past. എന്നാൽ തോൽവികളെ ഹല്ലേലൂയ കണക്കുകൾ മാറ്റിവെച്ചതിന് ശേഷം ഇന്ന് രാത്രികാലം എത്ര വിശ്വസിക്കുന്നു ഹല്ലേലൂയ എന്റെ തോൽവിയെ ജയമാക്കുവാനായിട്ട് എന്റെ കർത്താവിന് കഴിയും. ഫലം കായ്ക്കാത്തതായ എന്റെ അവസ്ഥയെ മാറ്റിയിട്ട് ഒരു വലിയ ഫലം എന്നിൽ കായ്ക്കുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കും? How many of you can believe that it doesn't matter where I came from, what has happened, and what's my huge list of failures that I have done, but God is a God who can give me a second opportunity and can still use me. കർത്താവ് 2024 നീ എനിക്ക് തരുന്നുവെങ്കിൽ കർത്താവ് തന്നിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എത്ര പേര് ഇന്ന് രാത്രികാലം പറയും കർത്താവ് എനിക്ക് തരുന്നതായ അടുത്ത ഈ വർഷം ദിവസങ്ങള് ആഴ്ചകള് മാസങ്ങള് എത്ര ദിവസം എനിക്ക് അറിയത്തില്ല കർത്താവ്, എന്നാല് ഞാൻ ഫലം കായ്ക്കും, എനിക്ക് ഫലം കായ്ക്കുവാൻ താല്പര്യമുണ്ട് കർത്താവേ എന്നെത്ര പേര് പറയും? How many of you can say, Lord, I do not know how the length of days, the length of years, the weeks that's in front of me, but Lord, whatever you give, I will bear fruit for you. How many of you can wholeheartedly say that? നീ ഫലം കായ്ക്കുവാൻ വേണ്ടി വേണ്ടതെല്ലാം കർത്താവ് നിനക്ക് തരും. And for you to bear fruit, whatever you requires, He is willing to give it. Yes, ഒരു അത്തിവൃക്ഷം എന്തുവാണ് കിളച്ച് അതിന് ചുറ്റും എന്തുവാണ് കിളച്ച് ഹല്ലേലൂയ വളമിട്ട് വെള്ളം ഒഴിച്ചതുപോലെ നിന്നെ വളർത്തുവാന് ഫലം കായ്ക്കുവാന് എന്തൊക്കെ വേണോ അതെല്ലാം കർത്താവ്, ആ റിസോഴ്സസ് എല്ലാം കർത്താവ് ഇന്ന് രാത്രികാലം ദൈവമക്കൾക്ക് തരികയാണ്. എന്നാൽ നീ അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നീ മുരടിച്ചിരിക്കുകയില്ല. Child of God, you're going to understand one thing: whatever the fig tree needs to bear fruit, God will give it to you. He will dig around you. He will water you. He will give you all the resources that you need to bear fruit for Him. എന്നാൽ are you willing to give the fruits? ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? നീ പറയും, എത്ര പറയും ഞാൻ ഫലം കായ്ക്കും? How many of you are willing to say, yes, I will bear fruit for my master? അല്പ ഫലമല്ല, ഞാൻ അധികം ഫലം കായ്ക്കും. Not just few fruits, but beyond what I can, whatever the master desires. 2023 കായ്ച്ച പോലെ അല്ല, 2024 അധികം ഫലം ഞാൻ കായ്ക്കുമെന്ന് എത്ര പേര് പറയും? How many of you can say, not in the level, on the realm that 2023 has done for me, but I will bear greater fruits in this year 2024? സമർപ്പിക്കുന്ന കരങ്ങൾ ഉയർത്താം. Those who surrender can raise your hands tonight. Yes, കർത്താവേ ഇന്ന് രാത്രികാലം കരങ്ങൾ ഉയർത്തി കർത്താവേ ഫലം കായ്ക്കുവാനായിട്ട് ഹല്ലേലൂയ സമർപ്പണത്തോടെ കടന്നു വരുന്നതായ നിന്റെ ജനത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. Yes Lord, yes Lord. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ മക്കളുടേതായ സമർപ്പണം നീ കാണുന്നുണ്ടല്ലോ കർത്താവേ. Yes Master. ഒരു വലിയ ഫലം കർത്താവേ ഹല്ലേലൂയ ഈ 2024 ഞങ്ങൾ അങ്ങ് പ്രതീക്ഷിക്കുന്നു. അത് കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആ പ്രതീക്ഷയ്ക്ക്, അങ്ങയുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കർത്താവേ ഞങ്ങളെ നീ ഫലം കായ്പിക്കുവാൻ പോകുന്നതിനായി ഞങ്ങളെ നന്ദി പറയാണ് കർത്താവേ. ഹല്ലേലൂയ ഈ 2024 വലിയ ഫലം പ്രകടിപ്പിക്കുന്നതായ ഒരു വർഷമാക്കി തീർക്കാൻ പോകുന്നതിനായി നന്ദി പറയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന കരങ്ങളിൽ സ്തോത്രം ചെയ്യാണ്.